ഖുറാനും അതുപോലെ ഹദീസും വെച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും അത് പറയാൻ അവകാശമുണ്ട്. അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? ഹിന്ദുത്വവാദികൾ പറയുമ്പോൾ നിങ്ങൾ ചാടി വീഴുമല്ലോ, അതെന്താണ്? ഇപ്പോ ഈ ആരിഫൊക്കെ ഈ പിന്നെ ഇല്ലാ കഥ പറഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുന്നുണ്ട്. ഷാക്കിറെ, ഇച്ചിരി കൂടിയൊക്കെ മൂത്ത സാധനമായിട്ട് വരണ്ടേ? ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അത് പാളിപ്പോയി. അവിടെ RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ ഷാക്കിർ തയ്യാറാണല്ലേ? നിങ്ങൾ എന്തിനു തള്ളി പറയും? നിങ്ങൾക്ക് അതന്നെയാണ് ഈ പ്രശ്നം. അതന്നെയാണ് ഈ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരിയാണ്, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധിയല്ലേ? അത് നിങ്ങൾ തള്ളി പറയോ? മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താ ഈ പറയണത്? അത് കളവല്ല ഷാക്കിർ. സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും തന്നെയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതൊക്കെ ഏതോ കാലത്ത് മദ്രസ പിള്ളേർ തള്ളിക്കളഞ്ഞ സാധനങ്ങളാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ. അത് കോറയിൽ ഏതോ മദ്രസ പ്രൊഡക്റ്റ് വെളുപ്പിച്ചതാണ്. അത് ഇവിടെ എടുക്കില്ല. ഷാക്കിർ വല്ല മദ്രസയിൽ പോയിട്ട് ഇസ്ലാം പഠിക്കാതെ, അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വല്ല മദ്രസയിൽ പോയി ജോയിൻ ചെയ്യും ഷാക്കിറെ. BJP നേതാവ് സാക്ഷി മഹാരാജ് ഹിന്ദു സ്ത്രീകൾ 4 പ്രസവിക്കണം എന്ന് പറഞ്ഞു. 10 കുട്ടികളെ വേണമെന്ന് പറയാം, 4 കുട്ടികളെ പോരാന്ന് പറയാം. അത് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? കാര്യം എന്താന്ന് പറ മനുഷ്യ. കാര്യം പറയല്ല, കാര്യം കാണിച്ചു തരാം. ഷാക്കിർ, താങ്കൾ ഇനി പിന്നെ ഖുറാനും അതുപോലെ ഹദീസും വെച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് RV ബാബു റേസ് ചെയ്തിട്ടുണ്ട്, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കാൻ കാരണം എന്റെ ധാരണ ഇന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ സംഗതിയോട് MV ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അതിന് മറുപടിയായി കാന്തപുരം വേറെ ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം തോമസ് ഐസക് കുറച്ച് കനം കുറച്ചുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞു. എനിക്കിതിരി ദണ്ണുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരൊന്നും എന്താ പറയാത്തത്? എന്താ അവർ പ്രതികരിക്കാത്തത്? കുഞ്ഞാലിക്കുട്ടിയെ കണ്ടില്ല, ഇ.ടി. മുഹമ്മദ് ബഷീറിനെ കണ്ടില്ല, ആരും കണ്ടില്ല. താങ്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. പറയട്ടെ അതായത് മതപരമായ കാര്യങ്ങളിൽ ഫത്വ പറയാൻ ലീഗ് ആഗ്രഹിക്കുന്ന ലീഗിന് പണിയല്ല. പക്ഷെ ലീഗിന് ഒരു പണി. ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ പറയണ്ടായി. നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഇന്ത്യയുടെ ജനാധിപത്യവും നിയമവും ഒക്കെ ഇപ്പൊ ഈ ജാമ്യയും നുസ്രത്തും ആരിഫൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരാളെയും ഉപദ്രവിക്കാതെ അദ്ദേഹം മനസ്സിലാക്കിയ മതവിധി അദ്ദേഹത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാൻ അവകാശമില്ലേ? അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? അത് കാന്തപുരത്തിന് മാത്രമേ ഉള്ളൂ. ഇടപെടും. നിങ്ങൾ അതുകൂടി പറയണം ഉത്തരം. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും അത് പറയാൻ അവകാശമുണ്ട്. ഈ കാന്തപുരത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു അവകാശം. അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? ഹിന്ദുത്വവാദികൾ പറയുമ്പോൾ നിങ്ങൾ ചാടി വീഴുമല്ലോ, അതെന്താണ്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അത് ഹിന്ദുത്വവാദികൾക്ക് അവകാശമില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരു മിനിറ്റ് ഉണ്ടല്ലോ, നടത്തിക്കോട്ടെ. ആരാ പിടിച്ചേക്കാൻ പോകുന്നത്? നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, അതാ ചോദിക്കണേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇപ്പോ ഈ ആരിഫൊക്കെ ഈ പിന്നെ ഇല്ലാ കഥ പറഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അത് നിങ്ങൾ ഇല്ലാ കഥയൊന്നും അല്ല, അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസാനിപ്പിക്കും. വല്ലാണ്ട് അലുമ്പാക്കരുത്. BJPയുടെ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയവർഗീയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. മഹാവീർ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തല്ലണം, മാത്രമല്ല ശൂർപ്പണകയെ പോലെയാണ് അവര്. ഇത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? BJPക്കാരും RSSകാർക്കും അല്ലെങ്കിൽ ഈ പിന്നെ ആരിഫ് ഖാനും ജാമിദൊക്കെ ഒന്നും ശ്രദ്ധയില്ലായിരുന്നോ? BJPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങൾ ആരെങ്കിലും പരിപാടി വന്നോ? നടക്കില്ല. എന്റെ മനസ്സിലിരിപ്പോ സക്കീർ, സ്ത്രീകളെ രാത്രി പുറത്തിറങ്ങി നടന്നാൽ അവർ ശൂർപ്പണയാണെന്നോ അവരെ അടിക്കണമെന്നോ ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. നിങ്ങൾക്ക് അതേപോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ കഴിയൂലേ? അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാന്തപുരത്തെ തള്ളിക്കളയാൻ പറ്റൂല്ലേ? ഷാക്കിർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോടല്ലേ പറഞ്ഞത് കുർബാന നടത്തിയത്? അല്ലെ, ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും എതിരെ അവർക്കല്ലേ ക്ലാസ് നിങ്ങൾ വന്നില്ലേ? ചിൻവാദു പാലം ഷാമു കോയമ്പത്തൂർ എഴുതിയത് അത് അവർക്ക് വേണ്ടിയായിരുന്നില്ലേ? അതേ ഒരുപാടുണ്ട് പറയാൻ ഷാക്കിരെ. നീ എന്താ വിചാരിച്ചത്? എന്തുവാ വിചാരിച്ചോ?
ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അത് പാളിപ്പോയി. ഷാക്കിർ പറയൂ, അവിടെ RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ ഷാക്കിർ തയ്യാറാണല്ലേ? അതങ്ങ് പറഞ്ഞാൽ മതി. ഷാക്കിർ ഏതൊരു മുസ്ലിം ലീഗ് നിങ്ങൾ നേതാവ് എന്തിനു തള്ളി പറയും? നിങ്ങൾക്ക് അത് തന്നെയാണ് ഈ പ്രശ്നം. അത് തന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾ അത് പറയരുത്. നിങ്ങൾ മതവിധി പറഞ്ഞു. ലീഗിൽ നിന്നും പോയാൽ ദീനിൽ നിന്നും പോകലാണ് എന്ന മതവിധി പറഞ്ഞത് ഷാജിയാണ്. ഷാജി മുസ്ലിം ലീഗുകാരനാണ്. അത് മതവിധിയാണോ അല്ലേ? അതേപോലെ മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധിയല്ലേ? അത് നിങ്ങൾ തള്ളി പറയുക, മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഹദീസ് ഇവിടെ എന്തോ വലിയ പ്രശ്നമായിട്ട് ഈ ന്യായീകരണ യന്ത്രം ഇവിടെ ഓണാക്കി. അതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായത്. ഷാക്കിർ ഇച്ചിരി കൂടിയൊക്കെ മൂത്ത സാധനമായിട്ട് വരണ്ടേ? ഇതൊക്കെ ഏതോ കാലത്ത് മദ്രസ പിള്ളേർ തള്ളിക്കളഞ്ഞ സാധനങ്ങളാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ. അതിന്റെ ആ ഹദീസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും. ഇത് കളവൊന്നുമല്ല. ഇംഗ്ലീഷ് നിങ്ങൾ പറയണ കേൾക്കൂ. മാന്യം തന്നെയാണ്. അതാ പറയണേ, മാന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയണത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആയിഷ പറയാണ്, the things which annulled the prayers were mentioned before me. മുഹമ്മദ് നബി ആയിഷയോട് പറഞ്ഞ കാര്യമാണ് ഹദീസിലുള്ളത്. ഇനി അവിടെ പറഞ്ഞ എന്താണ്? മുഹമ്മദ് നബിയുടെ മുന്നിൽ ഈ ആയിഷ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കാണുകയാണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ ഈ സാധനം ഓർമ്മ വന്നിട്ട് മുഹമ്മദ് നബി കാണാതെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം എന്താണ്? ആത്മാഭിമാനം ഉള്ള സ്ത്രീ ആയതുകൊണ്ട് ആയിഷ. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഷാക്കിർ വല്ല മദ്രസയിൽ പോയിട്ട് ഇസ്ലാം പഠിക്കാതെ, അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വല്ല മദ്രസയിൽ പോയി ജോയിൻ ചെയ്യും ഷാക്കിറെ. ഇനി രണ്ട് ഹദീസ് ഞാനിവിടെ പറഞ്ഞു. എന്താ ഷാക്കിർ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാത്തത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാൻ പറഞ്ഞത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാഞ്ഞത്? എനിക്ക് അതാ ചോദിക്കാനുള്ളൂ. അത് വെളുക്കില്ല ഹദീസ്. ഈ രണ്ട് ഹദീസും വെളുക്കില്ല ഷാക്കിറെ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? ഒരു ചോദ്യം. ഈ നിങ്ങൾ രണ്ടുപേരും ഇസ്ലാമിക നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അടുത്താക്ഷേപിക്കുന്നുണ്ടല്ലോ. BJPയുടെ നേതാവ് സാക്ഷി മഹാരാജ് ഹിന്ദു സ്ത്രീകൾ 4 പ്രസവിക്കണം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് ഭദ്രകാശ്വാസം കൊണ്ടുവരിക 10 പ്രസവിക്കണം സ്ത്രീകൾ എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അത് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? വെറുതെ അതിന് ഞമ്മക്കെന്താ ഷാക്കിറെ? അത് ഹിന്ദുക്കളുടെ നേതാവ് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ. കാന്തപുരത്തിന്റെ ആളുകളോട് പറയാമെങ്കിൽ ഹിന്ദുക്കൾ ആളോട് പറഞ്ഞൂടെ? 10 കുട്ടികളെ വേണമെന്ന് പറയാം, 4 കുട്ടികളെ പോരാന്ന് പറയാം. നിങ്ങൾക്ക് പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിനെ കുറിച്ച് കളവ്. അത് കളവല്ല ഷാക്കിർ. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഷാക്കിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ചൊണയുള്ള പുരോഹിതന്മാരെ വിളിച്ചിട്ട് വരാം. പൊതുവേദിയിൽ നമ്മൾ സംവാദം നടത്തും. സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും തന്നെയാണ്. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരൊറ്റ പുരോഹിതം വരില്ല. ഷാക്കിർ കുടുങ്ങും. അത് കോറയിലെ ഏതോ മദ്രസ പ്രൊഡക്റ്റ് വെളുപ്പിച്ചതാണ്. അത് ഇവിടെ എടുക്കില്ല. നീ അമ്മ ഒരു കാലത്ത് നന്നാവില്ലെന്ന് നിന്റെയൊക്കെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നു.